ഹായ് കൂട്ടുകാരെ, അടുത്ത ദിവസം സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുന്നത് ജൂൺ 1-ാം തീയതിയാണ്. പക്ഷേ കാലവർഷക്കെടുതി കാരണം അത് ചിലപ്പോൾ നീട്ടിവെക്കാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതെന്നാൽ ഇങ്ങനെയൊരു സാഹചര്യം പോലും ചിന്തിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലായിരിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ന്യൂസുകളിലൂടെ മാത്രം നമ്മൾക്ക് പരിചിതമായ ചില ന്യൂസുകളിൽ പോലും പെടാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവർ ഏത് സാഹചര്യത്തിലാണെന്ന് പോലും നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് അവരെ കോർത്ത് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളൊക്കെ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം സ്കൂൾ തുറക്കുമ്പോൾ പുതിയ യൂണിഫോം ഇട്ട്. ചിലർക്ക് ചിലപ്പോൾ അങ്ങനെ പോലും പഴയ യൂണിഫോം അത് തന്നെ ഉപയോഗിച്ച് പോകേണ്ട സാഹചര്യത്തിലുള്ളവരുണ്ടായിരുന്നിരിക്കാം. എന്തായിരുന്നാലും എന്താ പറയുക, പപ്പയും അമ്മയും സുരുക്കൂട്ടി വെച്ചിരുന്ന പൈസയ്ക്കും കടം വാങ്ങിയൊക്കെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതൊക്കെ മഴ കവർന്നു എടുത്തു. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം അവരെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും ധൈര്യത്തോടായിരിക്കാം പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ഒരു സാഹചര്യവും നമ്മൾ എന്തായാലും അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്ന മനുഷ്യ മനസാക്ഷിയിൽ മരിച്ചിട്ടില്ലാത്ത ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങളുണ്ട്. അതൊക്കെ അർഹതപ്പെട്ടവർക്ക് അർഹമായ രീതിയിൽ ലഭിക്കേണ്ടതിന് എല്ലാവരും ശ്രമിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കട്ടെ. നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ചിലർക്കൊക്കെ സഹായിക്കാൻ കഴിയാവുന്നവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ സഹായിക്കാൻ കഴിയാത്തവരും ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് സങ്കടപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അവർക്ക് വേണ്ടി നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സമാധാന അന്തരീക്ഷം ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതനുഭവിച്ചറിയുന്നവരാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കുവാൻ പോലും കഴിയാത്ത, ഉറങ്ങുവാൻ പോലും സാഹചര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് വലിയൊരു വിടുതൽ ദൈവം അവർക്ക് നൽകട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.